നമ്മുടെ ചെറുകാല സ്വപ്നമായിരുന്നു നമ്മുടെ ശാഖയിൽ നമുക്ക് ഒരു കുരുക്ഷേത്രം ഉണ്ടാകാം. ആ കുരുക്ഷേത്രത്തിൽ നമുക്ക് ഗുരുദേവൻ്റെ ഒരു പഞ്ചലോഹ വിഗ്രഹം നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റുക. അതിൻ്റെ പരിസമാപ്തിയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ പരിസമാപ്തിയിലോട്ടാണ് നമ്മൾ ഇതിൻ്റെ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. വിഗ്രഹത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വിഗ്രഹമായിട്ടുള്ളതാണ് ഫൗണ്ടേഷൻ. അപ്പം നമ്മളതിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ അപ്പോൾ എല്ലാവരും നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ച പോലെ തന്നെ നമുക്ക് തുടർന്നും നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ ശാഖയിലുള്ള ഓരോ അംഗങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ നമുക്ക് ഇത്രയും നാൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ തന്നെ വീട്ടിലെ അനുഗ്രഹവും നമുക്ക് ഉണ്ടാകണമെന്ന് നല്ലോണം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ബലമായിരിക്കും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് സുഖം. गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम ब्रह्मणे मूर्तिमते सदानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै नमो भगवते नित्यशुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। महनीय चरित्राय ममतालिखितात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। शिशिरे कुर्वते शान्ते कटाक्षे शिष्यसञ्जया ब्रह्मविद्या गोविदाय तस्मै श्री गुरवे नमः। वादिने मौनवादिने सर्वलोकाय तस्मै श्री गुरवे नमः। यस्यात्मके सिद्धै वादाम्बुजरजोरा नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो मगभ्यो नमो गुरुभ्यः। सर्वोपरिहितः प्रज्ञानगणप्रत्यगर्तो ब्रह्मैवाहमस्मि ब्रह्मैवाहमस्मि। वेदवेदान्तलक्ष्यार्थो भगवानदिमानुषः प्रणम्यते महाभागो नारायण यतीश्वर श्रीमन्नारायण स्वामी पादाम्बुजरजगण सेव्यते ज्ञानसिद्ध्यर्थं मोहामयमौषधम्। ॐ दैवमे कातुकर्गं കൈവിടാതെ താവിയെന്നീ വാതിക്ക് വരാവിവന്നോ നിൻവരം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം ഒരു
അന്നവസ്ത്രാദിമുട്ടാകെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ധന്യവും മായയും നിൻ മഹിമയും നീയുമെന്നുവിരാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടികാരവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിയോരും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുവാനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിമോറിയും അകവും പുറവും നീങ്ങും മഹിമാവാം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാപരപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ. വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ ധർമ്മമവ്യയം. ഓം ശിവഗിരിശിഖരാദ്രി ദിവ്യപദ്മാസനസ്ഥം വരദോവേഗസ്ഥം ഭാവവിദ്ധം സപാദം. സുജനനിരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നമാമി നാരായണ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം സഹനാമവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഓം അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പരാം ജ്യോതിർജ്യോതി സ്വയം ജ്യോതിരാത്മജ്യോതി ശിവോസ്മ്യഹം. ഓം അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പരാം ജ്യോതിർജ്യോതി സ്വയം ജ്യോതിരാത്മജ്യോതി ശിവോസ്മ്യഹം. ഓം അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യജ്യോതി പരാത്പരാം ജ്യോതിർജ്യോതി സ്വയം ജ്യോതിരാത്മജ്യോതി ശിവോസ്മ്യഹം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഓം
ചാർജ് ഇതിനകത്തുള്ള ബാധ്യതകളൊക്കെ നമുക്ക് രീതിയിലെ സംബന്ധിച്ച് സ്പർശിച്ചു 100% പ്ലസ് വണ്ണുള്ളൂ. അപ്പം തൃപ്തിയോടുകൂടി നമ്മൾ ഒരു ക്ഷേത്രമായിക്കോട്ടെ വീടായിക്കോട്ടെ ഗൃഹമായിക്കോട്ടെ ഇത് പണിയുന്നവരുടെയാണ് പണിത് തീരുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആശാരിക്ക് നമുക്ക് വസ്ത്രം ദക്ഷിണയായിട്ട് അത് ചിലര് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊരു ചടങ്ങാണ് അതായത് ചെയ്യേണ്ടത് തന്നെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു ചടങ്ങാണ് എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മൾ ഏറ്റു വന്നത് ചടങ്ങ് അടുത്ത ചടങ്ങ് സെക്രട്ടറി പ്രസിഡന്റ് ശാന്തിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ അതെ നമ്മൾ സാറിന് ഗർഭവതിട്ടാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ക്ഷണവസ്ത്രം കണ്ട് അതായത് ക്ഷേത്രേശന് ശില്പിയായിട്ടുള്ള രണ്ട് കാര്യം നമ്മൾ ഈ വസ്ത്രം ഈ ദർശനം കൂടെ നമ്മൾ എൻ്റെ കുറിച്ച് 10-20 ഈ വസ്ത്രം ഞാൻ അങ്ങനെ 5 ദിവസം എടുക്കും. ഇത് നമ്മളിങ്ങനെ പലപ്പോഴും അപ്പം നമുക്ക് എന്തെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ഈ വിഗ്രഹത്തിന് വിഗ്രഹം വെച്ച് പൂജിക്കുമ്പോൾ നമ്മൾ സാറിന് പറയാറുണ്ട് എന്താണ് വിഗ്രഹം വെച്ച് പൂജിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടണം നമുക്ക് ചൈതന്യം ആയിക്കോട്ടെ ഏതൊക്കെ അപ്പോൾ അതിൽ നിന്ന് ആ ചൈതന്യം വരണമെന്നുണ്ടെങ്കിൽ ഒരു ബാധ്യതകളും പാടില്ല. അതിനാണ് ശാന്തി അവിടെ കുറച്ച് സ്ത്രീകളൊക്കെ ചെയ്യും അതിൻ്റെ അവിടുത്തെ സരസ്വതി. അപ്പോൾ എന്തിനാണ് അതൊക്കെ അപ്പോൾ ക്ലിയർ ആയിരിക്കും 100% അത് ഒക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അതിനൊരു സ്വീകാര്യത ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഈ മൊബൈലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയൊക്കെ അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അതൊരു പൊടി പോലും കണക്കാതിരിക്കാനായിട്ടുള്ള ഭയങ്കര അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം. അപ്പം നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മളത് ഈ മൊബൈലിൽ നിന്ന് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞൊരു പോസിറ്റീവാണ്, അത് നെഗറ്റീവാണ്. നെഗറ്റീവാണ് അതിൻ്റെ റേഡിയേഷനാണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരു ബാക്കി ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പൂജയിലൂടെ പ്രദർശനത്തിലൂടെ അഭിഷേകത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് 100% ഇത് കുറ്റമറ്റതായിരിക്കണം, ബാധ്യതകൾ പാടില്ല. അതാണ് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ബാധ്യതകൾ മൊത്തം ഞാൻ അവിടെ നിന്ന് തീർത്തിട്ട് നമ്മൾ ഈ ചടങ്ങുകൾ ചെയ്യുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി അല്ലാണ്ട് കാശ് മൊത്തം കിട്ടാനുള്ള നമ്മളിൽ കുറച്ച് പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ട്. ചാവിപ്പം കുറച്ച് ബാധ്യതകൾ ഇതിൽ നാടിൻ്റെ ആവശ്യമായതുകൊണ്ട് നമുക്ക് ചെയ്യുന്നു അതുപോലെ. അപ്പോൾ നമുക്ക് ആ ഒരു ചടങ്ങ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഓരോ പണിക്കാർക്കാണെങ്കിൽ പോലും അവർക്കൊരു മാനസികമായിട്ട് ആ പുണ്യം ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ അതൊക്കെ
ആ ഒരു ഗ്യാപ്പ് ഇന്ന് കൊണ്ടുവന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞു എനിക്കത് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചെന്ന് അല്ലെങ്കിൽ 200 രൂപ. പക്ഷെ അതിനകത്ത് നമ്മൾ ചിലപ്പം മുടക്കേണ്ടി വരുന്ന ബാധ്യത അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന് പരിഹാരം ചെയ്യേണ്ട ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലപ്പോൾ ഇല്ലേ. അപ്പം നമുക്കതൊന്നും പാടില്ലെന്ന് വിചാരിച്ചില്ല. അപ്പോൾ രണ്ടുപേരും ഒന്ന് രണ്ട് കഴിയുമെന്ന് നമുക്ക് പോയിട്ടിരിക്കുക. ഞാൻ 3 പ്രാവശ്യം ചോദിക്കും. ഗുരുദേവഗിരി ഏറ്റവും നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല ഓക്കെ അതിനകത്ത് അവിടെ നിങ്ങൾ ഇതിപ്പോ വീഡിയോ അല്ലേ ഇറങ്ങണം? ഇതിന് ആപ്പിളിനുള്ളൊരു വലിയ പ്രശ്നം എല്ലാവരും കൂടെ പിടി. എങ്ങനെയാ അങ്ങോട്ട്
അങ്ങോട്ട് മേടിച്ചോ ഞാൻ ചേട്ടാ തന്നെ പിടിക്കോ പിടിച്ചോ ഞാൻ വിട്ടേ ഫ്രണ്ട് വശം കുത്തു വിഗ്രഹത്തെ കവർ ചെയ്ത് അല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ തന്നെ ആദ്യവും നിന്റെ തിരിച്ചു നിന്റെ തിരിച്ചു പോകുന്നതായിട്ട്